Hi children, myself is with a new lesson for the 6th standard students. Today in this class I take preposition and conjunctions or link words. So both units come together. First, the 16th chapter is preposition. There are kinds of prepositions. They are noun preposition, adjective preposition, verb preposition. Which are they? Noun preposition, adjective preposition, and verb preposition. A noun preposition, noun followed by preposition. ഒരു നാമത്തിന് ശേഷം പ്രിപ്പോസിഷൻ വരുന്നതിനെയാണ് noun preposition എന്ന് പറയുന്നത്. ഇനി adjective preposition എന്ന് പറഞ്ഞാൽ adjective followed by a preposition. അപ്പോൾ adjective ശേഷം ഒരു preposition വരുന്നതിനെയാണ് adjective preposition എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേത് verb preposition ആണ്. verb followed by a preposition. വെർബിന് ശേഷം ഒരു പ്രിപ്പോസിഷൻ ഫോളോ ചെയ്ത് വരുന്നതിനെയാണ് verb preposition എന്ന് പറയുന്നത്. അപ്പോൾ when a noun is followed by a preposition of, it may be followed by the verb plus ing. ഇനി ഒരു നാമത്തിന് ശേഷം പ്രിപ്പോസിഷൻ ഓഫ് വരികയാണെങ്കിൽ അതിനുശേഷം വരുന്ന വേർബ് ing ഫോം ഓഫ് ദ വേർബ് ആയിരിക്കും. മനസ്സിലായില്ല? ഒരു നാമത്തിന് ശേഷം പ്രിപ്പോസിഷൻ ഓഫ് വന്നാൽ അതൊരു പക്ഷേ ആ നാമത്തിന് ശേഷം വരുന്ന പ്രിപ്പോസിഷന് ശേഷം വേർബ് ing ഫോം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ ഹാസ് നോ എക്സ്പീരിയൻസ് ഓഫ് കുക്കിംഗ്. ഇവിടെ ഷീ ഹാസ് നോ എക്സ്പീരിയൻസ് ഓഫ് കുക്കിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ഓഫ് ഒരു നൗൺ പ്രിപ്പോസിഷനാണ്. ഓഫിന് ശേഷം വന്നിരിക്കുന്ന വേർബ് ing ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് when a noun is followed by a preposition of, it may be followed by the verb plus ing. അപ്പോൾ ഒരു നാമത്തിന് ശേഷം പ്രിപ്പോസിഷൻ ഓഫ് വന്നാൽ അതിനുശേഷം വരുന്ന വേർബ് ing ഫോം ആയിരിക്കും. ഇനി അഡ്ജക്റ്റീവ് ഫോളോഡ് ബൈ പ്രിപ്പോസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഹീ ഈസ് റെഡി ഫോർ ദ മാച്ച്. റെഡി ഫോർ, റെഡി എന്നുള്ളത് അഡ്ജക്റ്റീവാണ്. അതിനുശേഷം വന്നിരിക്കുന്ന ഫോർ എന്നുള്ള പ്രിപ്പോസിഷനാണ്. അങ്ങനെ പ്രിപ്പോസിഷൻ പലതരത്തിലുണ്ട്. ഈ ഓൺ, ഓഫ്, അറ്റ്, അങ്ങനെ പല തരത്തിലുള്ള പ്രിപ്പോസിഷൻസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് പറയാനൊന്നുമില്ല. നിങ്ങൾക്കത് ആ സെൻറ്റൻസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നൗണിന് ശേഷം വരുന്നതാണ്, അഡ്ജക്റ്റീവിന് ശേഷം വരുന്നതാണ്, വേർബിന് ശേഷം വരുന്നതാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. മൈ ഫാദർ ഈസ് ഗുഡ് അറ്റ് സോൾവിങ് പസിൽസ്. ഗുഡ് അറ്റ്, ഗുഡ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവാണ്. അപ്പം നാമത്തെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ മൈ ഫാദർ ഈസ് ഗുഡ് അറ്റ് സോൾവിങ് പസിൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുഡ് എന്നതിന് ശേഷം വന്നിരിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റ് എന്നാണ്. അതിനുശേഷം പിന്നെ സോൾവിങ് പസിൽസ്, സോൾവിങ് എന്നുള്ള ആ വേർബ് ഏതാണ്? ing ഫോം ഓഫ് ദ വേർബാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ ഒരു നാമത്തിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് എന്താണ് വേർബ് പ്ലസ് ing ഫോം വരാം. അത് പ്രത്യേകിച്ച് ഓഫിന് ശേഷം. അത് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചായിരിക്കും അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാകുക. ഇനി വേർബ് പ്ലസ് പ്രിപ്പോസിഷൻ. ഒരു ഉദാഹരണം നോക്കാം. ഐ വെയിറ്റഡ് ഫോർ ഹർ ദ ഓൾ ഡേ. ആ ദിവസം മുഴുവനും ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ഐ വെയിറ്റഡ് സിമ്പിൾ പാസ്റ്റ് ആണ്. V2 ഫോം ഓഫ് ദ വേർബാണ്. ഐ വെയിറ്റഡ് ഫോർ എന്നുള്ള ഫോർ പ്രിപ്പോസിഷനാണ്. അപ്പോൾ വേർബിന് ശേഷം പ്രിപ്പോസിഷൻ വന്നിരിക്കുന്നു. അടുത്തത് വി കനോട്ട് ഡിപ്പെൻഡ് ഓൺ ദ വെതർ ഫോർകാസ്റ്റ്. വെതർ ഫോർകാസ്റ്റിന് നമ്മൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ഡിപ്പെൻഡ് എന്നുള്ളത് വേർബാണ്. അതിനുശേഷം വന്നിരിക്കുന്നത് ഓൺ. അപ്പോൾ ഡിപ്പെൻഡ് ഓൺ എന്നുള്ളത് വേർബ് പ്രിപ്പോസിഷനാണ്. ഇനി അടുത്ത ചാപ്റ്റർ 17th ചാപ്റ്ററാണ് കൺജങ്ഷൻസ് ഓർ ലിങ്ക് വേർഡ്സ്. എന്താണ് കൺജങ്ഷൻസ്? കൺജങ്ഷൻസ് വി യൂസ് ടു ജോയിൻ വേർഡ്സ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഓർ ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ്. ഒരു സെൻറ്റൻസിനെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയോ അല്ലെങ്കിൽ ഫ്രേസിനെയോ ജോയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ വാക്കുകളെയോ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ വാക്കിന് പറയുന്ന പേരാണ് കൺജങ്ഷൻ ഓർ ലിങ്ക് വേർഡ്സ്. നമുക്കൊരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. വീപ്പ് ആൻഡ് വെയിൽ. ഇവിടെ വീപ്പ് എന്നുള്ളതും വെയിൽ എന്നുള്ള രണ്ട് വേർഡ്സിനെ തമ്മിൽ ലിങ്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ആൻഡ്. എ ലോഫ് ഓഫ് ബ്രെഡ് ആൻഡ് ബോട്ടിൽ ഓഫ് ജാം.
എ ലോഫ് ഓഫ് ബ്രെഡ് ആൻഡ് എ ബോട്ടിൽ ഓഫ് ജാം. ഇവിടെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. എ ലോഫ് ഓഫ് ബ്രെഡ്, എ ബോട്ടിൽ ഓഫ് ജാം, രണ്ടും ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സുകളെ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ആൻഡ്. അപ്പോൾ ഇവിടെ അത് ഫ്രേസ് ആകാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആകാം. ഇനി അടുത്തത് ഹൂ ഫൈനലി ഗേവ് ഇൻ. ഇപ്പോൾ ഹൂ എന്ന് പറയുന്നത് ഒരു കണക്റ്റിംഗ് വേർഡാണ്. അപ്പോൾ സെൻറ്റൻസിന് ശേഷം ഹൂ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രിപ്പോസിഷനായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി അടുത്തത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. എന്താണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്നുള്ളതാണ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് കണക്ട് ടു വേർഡ്സ്. വേർഡ്സിനെ കണക്ട് ചെയ്യുന്ന വാക്കാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഇനി അതുകൂടാതെ ഫ്രേസ് ആൻഡ് ക്ലോസസ്. അപ്പോൾ ഫ്രേസിനെയും ക്ലോസസിനെയും തമ്മിൽ കണക്ട് ചെയ്യും. ഇനി ഇവയെ നമ്മൾ ഉപയോഗിക്കുന്നത് ടു പ്ലേസ് ഈക്വൽ എംഫൈസിസ് ഓൺ ടു മെയിൻ ക്ലോസസ്. രണ്ട് പ്രധാനപ്പെട്ട ക്ലോസുകളെ തമ്മിൽ ചേർത്തിട്ട് അതിനെ ഒന്ന് ഈക്വലായിട്ട് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എംഫസൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ശക്തിയുക്തം, ഒരേപോലെ ഒരേ രീതിയിൽ അതിനെ ഉച്ചരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ കണക്ട് വേർഡ്സ്, ഫ്രേസസ് ആൻഡ് ക്ലോസസ്. ആൻഡ് വി യൂസ് ദം ടു പ്ലേസ് ഈക്വൽ എംഫസിസ് ഓൺ ടു മെയിൻ ക്ലോസസ്. രണ്ട് പ്രധാന ക്ലോസുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് അതിനെ ഒരേപോലെ എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുക, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഐ വെയിറ്റഡ് ഫോർ യു അറ്റ് ദ റെസ്റ്റോറൻറ്റ് ബട്ട് യു ഡിഡ് നോട്ട് കം. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്തു, പക്ഷേ നീ വന്നില്ല. രണ്ട് മെയിൻ ക്ലോസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാക്കാണ് ബട്ട്. ഐ വെയിറ്റഡ് ഫോർ യു അറ്റ് ദ റെസ്റ്റോറൻറ്റ് but you didn't come. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ടേക്ക് ദീസ് മാംഗോസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് ദ ചിൽഡ്രൻ. ടേക്ക് ദീസ് മാംഗോസ്, ഈ മാംഗോ എടുത്ത് കുട്ടികൾക്ക് വിതരണം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടേക്ക് ദീസ് മാംഗോസ് എന്നുള്ളതിന് ശേഷം വന്നിരിക്കുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത് ആൻഡ് ആണ്. അതിനുശേഷം പിന്നെ ഒരു മെയിൻ ക്ലോസ് വന്നിരിക്കുന്നു, ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് ദ ചിൽഡ്രൻ, കുട്ടികളുടെ ഇടയിൽ അത് കൊടുക്കുക. അപ്പോൾ ഇതാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഇനി അടുത്തത് ചില സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അത് ഏതൊക്കെയാണ്? ഓർ, എറ്റ്, സോ ആൻഡ് സ്റ്റിൽ ആർ സം സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഇനി അടുത്തൊരു കാര്യം, വെൻ വി ലിങ്ക് ക്ലോസസ് ദാറ്റ് ഹാവ് ദ സെയിം സബ്ജക്റ്റ് വി ഡു നോട്ട് ഓൾവേസ് നീഡ് ടു റിപ്പീറ്റ് ദ സബ്ജക്റ്റ് ഇൻ ദ സെക്കൻഡ് ക്ലോസ്. ഒരു ക്ലോസ് ലിങ്ക് ചെയ്യുമ്പോൾ അതിനകത്തുള്ള സബ്ജക്റ്റിനെ പിന്നീട് അടുത്ത തവണ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഷീ ഡിഡ് നോട്ട് ഷൗട്ട് ഓർ ക്രൈ. ഇവിടെ ഷീ എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഷീ ഡിഡ് നോട്ട് ഷൗട്ട് ഓർ ഷീ ക്രൈ എന്ന് വേണമെങ്കിൽ എഴുതാമായിരുന്നു, പക്ഷേ അതിന് പകരം ഷീ ഡിഡ് നോട്ട് ഷൗട്ട് ഓർ ക്രൈ. അപ്പോൾ ഒരേ സെൻറ്റൻസിൽ ഒരേ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഉപയോഗിക്കുന്ന സബോർഡിനേറ്റ് ക്ലോസ്, അതിനുശേഷം പിന്നീട് നമ്മൾക്ക് സബ്ജക്റ്റിനെ റിപ്പീറ്റ് ചെയ്തതിൻ്റെ ആവശ്യം ഇല്ല. ഇനി അടുത്ത ടൈപ്പ് ഓഫ് കൺജങ്ഷൻ എന്ന് പറയുന്നത് കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ്. കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആർ ഓൾവേസ് യൂസ്ഡ് ഇൻ പെയർസ്. പെയറായിട്ടുള്ള സെൻറ്റൻസുകളിലാണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്. ഇനി പെയറായിട്ട് വരുന്ന സെൻറ്റൻസുകളിൽ ഉപയോഗിക്കുന്ന ആ കൺജങ്ഷൻസിനെ പൊതുവെ പറയുന്ന പേരാണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ്. ഹീ ഈസ് നോട്ട് ഓൺലി ഫേമസ് ബട്ട് ഓൾസോ വെരി ഹംബിൾ. ഒരു ഉദാഹരണമാണ്. ഹീ ഈസ് നോട്ട് ഓൺലി ഫേമസ്, കണ്ടോ, ഹീ ഈസ് നോട്ട് ഓൺലി ഫേമസ് ബട്ട് ഓൾസോ വെരി ഹംബിൾ. അപ്പോൾ ഇവിടുത്തെ സെൻറ്റൻസ് പെയർ ഓഫ് സെൻറ്റൻസ് ആണ്. ഹീ ഈസ് നോട്ട് ഓൺലി ഫേമസ്, നോട്ട് ഓൺലി എന്നുള്ളത് ഒരു കോറിലേറ്റീവ് കൺജങ്ഷൻ. അതിനുശേഷം പിന്നീട് ബട്ട് ഓൾസോ ഉപയോഗിച്ചിരിക്കുന്നു, അത് ഒരു കോറിലേറ്റീവ് കൺജങ്ഷനാണ്. ദ പാത്ത് ഓഫ് പ്രോഗ്രസ് ഈസ് നെയ്തർ സ്വിഫ്റ്റ് ഓർ നോർ ഈസി. ദ പാത്ത് ഓഫ് പ്രോഗ്രസ് ഈസ് നെയ്തർ സ്വിഫ്റ്റ് നോർ ഈസി. നെയ്തർ നോർ, ഇതാണ് ഇവിടുത്തെ കോറിലേറ്റീവ് കൺജങ്ഷൻ. ദ പാത്ത് ഓഫ് പ്രോഗ്രസ് ഈസ് നെയ്തർ സ്വിഫ്റ്റ് നോർ ഈസി. ഇനി ചില കോറിലേറ്റീവ് കൺജങ്ഷൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ബോത്ത് ആൻഡ്, എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ആസ് സൂൺ ആസ്, ആസ് ഏർലി ആസ്. ഇത്തരം വാക്കുകളാണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇവ ഉപയോഗിക്കുന്നത് പെയർ സെൻറ്റൻസുകളിലാണ്.
അപ്പോൾ പെയറായിട്ട് രണ്ട് സെൻറ്റൻസുകൾ വന്നാൽ അതിന് ഇടയിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ്. ഇനി അടുത്തത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് നോർമലി എക്സ്പ്രസ് കോസ് എഫക്റ്റ് റിലേഷൻഷിപ്സ് ആൻഡ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഐഡിയാസ് ഓർ ടൈം കോൺസെപ്റ്റ്സ്. ഇത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത് സാധാരണ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ്. ഒരു കാര്യകാരണ സഹിതം അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളെയാണ് എക്സ്പ്രസ് ചെയ്തത്. ആൻഡ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഐഡിയാസ് ഓർ ടൈം കോൺസെപ്റ്റ്. ഒരു ടൈം കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് ഒരു ഐഡിയാസ്, അതിനെ കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ദ ബേബി ഈസ് ക്രൈയിങ് ബിക്കോസ് ഹീ ഈസ് ഹംഗ്രി. അല്ലേ, ബേബി കരയുന്നു കാരണം എന്താ, അവന് ഹംഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഒരു കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ് ബിക്കോസ്. ഇപ്പോൾ ബേബി ഈസ് ക്രൈങ്, ബേബി കരയുന്നു, കരയാനൊരു കാരണമുണ്ട്. എന്താണ് ആ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ്? ബിക്കോസ് ഹീ ഈസ് ഹാംഗ്രി, അവന് എന്താണ്, വിശപ്പുണ്ട്, അതുകൊണ്ടാണ് അവൻ കരയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൺജങ്ഷൻ എന്ന് പറയുന്നത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ്. അത് ബിക്കോസ് എന്നുള്ള ആ കൺജങ്ഷനാണ് ഉപയോഗിച്ചത്. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് നോക്കി. ദ ട്രെയിൻ അറൈവ്ഡ് അറ്റ് ദ സ്റ്റേഷൻ ഓൺ ടൈം ദോ ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. ദ ട്രെയിൻ അറൈവ്ഡ് അറ്റ് ദ സ്റ്റേഷൻ ഓൺ ടൈം, സമയത്ത് തന്നെയാണ് ട്രെയിൻ എത്തിച്ചേർന്നത്, എങ്കിൽ കൂടി ദോ ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി, അതിശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്നത് ദോ എന്നുള്ളതാണ്. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. വി ഹാഡ് ടു വെയിറ്റ് അണ്ടിൽ ദ റോഡ് വാസ് ക്ലിയർഡ് ഓഫ് ഡബ്രീസ്. എന്താണ് വി ഹാഡ് ടു വെയിറ്റ്? നമ്മൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അണ്ടിൽ, ഇവിടുത്തെ കൺജങ്ഷൻ എന്താണ്? അണ്ടിൽ. അണ്ടിൽ ദ റോഡ് വാസ് ക്ലിയർഡ് ഓഫ് ഡബ്രീസ്. എന്താണ്? റോഡ് ക്ലിയർ ചെയ്തതുവരെ. എന്ത് ക്ലിയർ ചെയ്യുന്നതുവരെ? അവശിഷ്ടങ്ങൾ, അല്ലേ? അതിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടുത്തെ അർത്ഥം എന്ന് പറയുന്നത് അവശിഷ്ടം എന്നുള്ള അർത്ഥമാണ്. എന്താ, കല്ലും മണ്ണുമൊക്കെ നീക്കം ചെയ്യുന്ന ആ പ്രക്രിയ കഴിയുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ചില സബോർഡിനേറ്റ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത് therefore, why, although, whereas, when, unless, until, before, after, if. ഇത്തരം വാക്കുകളാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ഉള്ളൂ എന്താണ് പ്രിപ്പോസിഷൻ ആൻഡ് കൺജങ്ഷൻ ഭാഗം. ഈ കൺജങ്ഷൻസും പ്രിപ്പോസിഷനും ഓർത്തു വെച്ചാൽ മാത്രം മതി. ഇതിനെ ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒരു കാര്യമില്ല. കാര്യം മനസ്സിലാക്കിയാൽ മതി. എന്താണ് പ്രിപ്പോസിഷൻ, എന്താണ് കൺജങ്ഷൻ, ആ വാക്കിൽ തന്നെ എല്ലാം ഉണ്ട്. ജോയിനിങ് വേർഡാണ് കൺജങ്ഷൻസ് എന്നുള്ളത്. ലിങ്ക് വേർഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലിങ്ക് വേർഡ്സ് ആണ് കൺജങ്ഷൻസ്. അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസ്, അത് പ്രിപ്പോസിഷൻ പലതരത്തിലുണ്ട്. അത് നൗൺ പ്രിപ്പോസിഷനുണ്ട്, അഡ്ജക്റ്റീവ് പ്രിപ്പോസിഷനുണ്ട്, വെർബ് പ്രിപ്പോസിഷനുണ്ട്. അതെങ്ങനെയൊക്കെയാണ് വരുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. ഇത് എക്സസൈസ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അതുവരേക്കും നന്ദി, നമസ്കാരം.